ഹലോ ഹലോ, ദേവിക മോളല്ലേ? അതെ. മോള് ഞാൻ ഗിരിയുടെ അമ്മയാ. ആ ആന്റി പറ. മോള് ആശുപത്രിയിലല്ലേ? മോളുടെ അച്ഛൻ എങ്ങനെയുണ്ട്? നല്ല ഭേദമുണ്ട്. ചിലപ്പോ നാളെ ഡിസ്ചാർജ് ചെയ്യും. നന്ദനൊരു അബദ്ധം സംഭവിച്ചതാണല്ലേ? ഗിരി പറഞ്ഞു. ഓർക്കാതെ ഓരോന്ന് വന്നുപോയാൽ എന്ത് ചെയ്യും? മാധവനെ നന്ദൻ കണ്ടു കാണില്ല. അമ്മേ, ദേവികയാണോ? ആ അതെ. ഇങ്ങോട്ട് വിളിച്ചാണോ? ഇല്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചതാ. അമ്മ ഫോണിങ് തന്നെ. ഞാൻ സംസാരിക്കട്ടെ മോളെ? ഇങ്ങ് തരാൻ. ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. അമ്മ ഇങ്ങ് താ, ഒരു മിനിറ്റ്. ഇങ്ങ് തരാൻ. ഇത് ഞാനാ, രജനി. രജനി ചേച്ചി പറ. ദേവികെ, ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പ്രായമായ ആളല്ലേ, കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ പറയണം അച്ഛനോട്. വല്ല കാര്യം ഉണ്ടായിരുന്നോ വഴിയെ പോയ വയ്യാവേലെടുത്ത് തലയിൽ വെക്കാൻ? അവിടെ പിള്ളേര് തല്ലുകൂടിയപ്പോ അവിടേക്ക് എന്തിനാ വലിഞ്ഞേറി ചെന്നത്? വലിഞ്ഞു കയറി ചെന്നതല്ല, ഗിരീഷേട്ടൻ പറഞ്ഞില്ലേ, നന്ദുവിനെ തല്ലുന്ന കണ്ടിട്ട് സഹായിക്കാൻ ചെന്നതാ. എന്നിട്ട് സഹായിച്ചോ? വാങ്ങിച്ചു കൂട്ടിയല്ലോ. അവൻ ആരുടെയും സഹായം വേണ്ട. നന്ദന്റെ കാര്യം നോക്കാൻ അവനറിയാം. അവന്റെ അടുത്ത് ആരെങ്കിലും ആളാകാൻ ചെന്നാ അത് ഏത് ചക്രവർത്തി ആണെങ്കിലും അവൻ ചെയ്യേണ്ടത് ചെയ്യും. ഇപ്പൊ കാര്യങ്ങൾ എവിടെ എത്തി നോക്ക്. കുറ്റക്കാരൻ എന്റെ അനിയനായില്ലേ? ചേച്ചി എന്താ പറയുന്നേ? ഇവിടെ ആരെയും കുറ്റക്കാരനാക്കിയിട്ടില്ല. നന്ദു അച്ഛനെ തല്ലിന്നൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടായി. പിന്നീട് യാഥാർത്ഥ്യം അറിയുകയും ചെയ്തു. അല്ല, നീ ചാടിക്കേറി ചന്ദ്രോത്ത് പോയെന്നൊക്കെ അറിഞ്ഞു. ഒരു കാര്യത്തിന്റെ വാലും തുമ്പും അറിയാതെ വീട്ടിൽ ചെന്ന് ബഹളം ഉണ്ടാക്കിയെന്തിനാ? ചേച്ചി, ഞാൻ തർക്കിക്കാനില്ല. പറഞ്ഞില്ലേ, നന്ദു ആണ് അച്ഛനെ തല്ലിന്നറിഞ്ഞപ്പോ നിയന്ത്രണം വിട്ടുപോയി. ഞാൻ അവിടെ പോയെന്നുള്ളതും പ്രതികരിച്ചതും ഒക്കെ സത്യമാ. എന്റെ സ്ഥാനത്ത് ചേച്ചി ആയാലും അതേ ചെയ്യുള്ളൂ. വേണ്ട വേണ്ട, എന്നെ നിന്നെ ഒരു വണ്ടിയിൽ കെട്ടണ്ട. ശരി, എന്തായാലും ഞാൻ പോയി. തിരിച്ചു വന്നതൊക്കെ ഏതവസ്ഥയിലാണെന്നും എന്റെ മനസ്സിപ്പോ എങ്ങനെയാണെന്നും ചേച്ചിക്ക് മനസ്സിലാവില്ല. ഞാനൊരു എടുത്തുചാട്ടം കാണിച്ചു എന്ന് തോന്നുകയാണെങ്കിൽ സോറി പറയുന്നു. ഒരു സോറി പറഞ്ഞ എല്ലാം അങ്ങ് തീരുവോ? നിന്റെ ഏതോ ഒരു ഫയല് കണ്ടില്ല എന്ന് പറഞ്ഞ് അവനെ പെടാ പാടുപെടുത്തി. സ്വന്തം വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങിപ്പോയി. ദേവികെ, ഒരു കാര്യം ഞാൻ പറയാം. ചന്ദ്രോത്ത് MLA കണ്ടു തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നും അല്ല. ചേച്ചി എന്റെ അച്ഛന്റെ അവസ്ഥ അറിയാനാണോ എന്നെ ആക്ഷേപിക്കാനാണോ ഫോൺ വാങ്ങിച്ചത്? ഒരു ദിവസം ചേച്ചി സത്യങ്ങളൊക്കെ അറിയും. അന്ന് ചേച്ചിക്കൊക്കെ മനസ്സിലാവും. എനിക്കൊക്കെ മനസ്സിലായി മോളെ. നീ MLA ആയി കഴിഞ്ഞപ്പോ അവനെ എന്തോ നിന്റെ അവസ്ഥയ്ക്കൊത്ത് പറ്റില്ല എന്നൊരു തോന്നല്. അപ്പൊ പിന്നെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുറ്റം കണ്ടുപിടിക്കാൻ തുടങ്ങി. MLAയുടെ ഗ്ലാമറിന് അവൻ പറ്റില്ലെന്ന് തോന്നിക്കാണും. അതെ, അങ്ങനെ തന്നെയാ. എന്താ? എന്റെ ഗ്ലാമറിന് നന്ദു ശരിയാവില്ല എന്ന് തോന്നി. അങ്ങനെ തന്നെയാ ഞാൻ ഇറങ്ങി പോന്നത്. ചേച്ചിക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒരു സമയത്ത് എനിക്ക് വേണ്ടി ഏറ്റവും വാദിച്ചതും എന്നെ സഹായിച്ചതും ഒക്കെ ചേച്ചിയാ. ആ ഒരു കടപ്പാടുള്ളതുകൊണ്ടാ മനസ്സിനെ കുത്തി നോവിച്ച് ചേച്ചി സംസാരിക്കുമ്പോഴും ഞാൻ കേട്ടുകൊണ്ടിരുന്നേ. പക്ഷേ ക്ഷമയ്ക്ക് പരിധിയുണ്ട്. എന്തനാവശ്യം പറഞ്ഞാലും സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. പ്രതികരിച്ചു പോവും. എന്റെ ചോദ്യങ്ങൾക്ക് ചേച്ചിക്ക് ചിലപ്പോ ഉത്തരം തരാനും പറ്റില്ല. ഓ, അപ്പൊ നീ ഒരുങ്ങി തന്നെ നിൽക്കോ അല്ലേ? ഹലോ, നീ കട്ടിയതല്ലേ? രജനി, നീ എന്തായി കാണിച്ചേ? എന്താമേ? ഞാൻ ദേവിയോട് സംസാരിച്ചോണ്ട് നിൽക്കായിരുന്നില്ലേ? ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട് അവളെ കുറ്റപ്പെടുത്തി എന്തൊക്കെയാ പറഞ്ഞേ? ഇതൊരു മര്യാദ കെട്ട പ്രവൃത്തിയായിപ്പോയി. എന്റെ വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങി പോയവളോട് അമ്മ എന്തിനാ വലിയ അടുപ്പവും സ്നേഹവും കാണിക്കാൻ പോയത്? അവളപ്പത്ത് പറയണമെന്ന് കരുതിയിരിക്കുമായിരുന്നു. ഇപ്പോഴൊരവസരം ഒത്തു വന്നത്. പക്ഷെ നീ ഇപ്പൊ എന്നെ ആക്ഷേപിച്ചത്. ഞാനൊന്ന് സംസാരിച്ച് കഴിയുന്നവരെങ്കിലും നിനക്കൊന്ന് ക്ഷമിച്ചു നിൽക്കായിരുന്നു. ദേവികയുടെ കാര്യത്തില് എനിക്ക് ക്ഷമിക്കാനൊന്നും പറ്റില്ലമ്മേ. ഞാൻ ചെയ്ത് അത്ര വലിയ അപരാധമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല.